കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 91 സങ്കീർത്തനം അതിൻ്റെ 8-9 വാക്യങ്ങൾ. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കി ഇരിക്കുന്നു. ചുറ്റിലും ശത്രുക്കൾ കൂടുന്നു എന്ന് കരുതി നീ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിന്നെ കരുതുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ആരൊക്കെ എങ്ങനെയെല്ലാം നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നാലും നീ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. നീ അവരോട് തിരിച്ചു വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. നീ അവരോട് പ്രതികാരം ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. നീ അവരോട് പോരാടാൻ പക വീട്ടാൻ പോകേണ്ട ആവശ്യമില്ല. നിന്റെ എല്ലാ ഭാരങ്ങളും നിന്റെ സകല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നീ കർത്താവിൽ ഭരമേൽപ്പിക്കുക. അതായത് ദൈവത്തെ ഏൽപ്പിക്കുക. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിന്റെ ശത്രുക്കളിൽ നിന്നും അവൻ നിന്നെ എന്നേക്കുമായി വിടുവിച്ച് അനുഗ്രഹിക്കും. നീ അത്യുന്നതിനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ദൈവം നിനക്ക് കരുതാനുള്ളപ്പോൾ, കർത്താവ് നിന്നെ കരുതുന്നിടത്തോളം കാലം നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും മേലും കർത്താവ് നിനക്ക് വിടുതൽ തരും. നിന്റെ നേരെ എന്ത് പ്രശ്നം വന്നാലും, ആരെല്ലാം നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നാലും, വഴക്കുണ്ടാക്കാൻ വന്നാലും, നീ അത് കർത്താവിനെ ഏൽപ്പിക്കുക. കാരണം കർത്താവ് പുറപ്പാട് 14:14 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാം മിണ്ടാതിരുന്നാൽ മാത്രമേ കർത്താവ് പ്രവർത്തിക്കത്തുള്ളൂ. നമ്മൾ പറയാനുള്ളതും പ്രവർത്തിക്കാനുള്ളതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ചെന്നിരുന്നാൽ ദൈവം തമ്പുരാൻ ഒരിക്കലും ആ വിഷയത്തിന്മേൽ ഇടപെടാൻ വരത്തില്ല. നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്കെതിരായി കേസ് കൊടുക്കാനോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനോ പോകരുത്. അത് ദൈവമക്കൾക്ക് ഒരിക്കലും ചേർന്ന പണിയല്ല. മനസ്സിലായോ? അതിനാൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുക. എന്നോട് പൊരുതുന്നവരിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് മാത്രം നീ പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ഒരിക്കലും ആ പ്രാർത്ഥനയോടുകൂടെ അവർക്ക് അത് കൊടുക്കണേ, ഇത് കൊടുക്കണേ, അവരെ ഇടിക്കണേ, അടിക്കണേ, ചമ്മന്തിയാക്കണേ എന്നൊന്നും നീ പറയാൻ പോകേണ്ട ആവശ്യമില്ല. അത് കർത്താവ് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അത് നിന്നിൽ നിന്നും ദൈവം അതൊരിക്കലും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കർത്താവ് സ്വീകരിക്കത്തുമില്ല. നിന്നിൽ നിന്നും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുമില്ല. കർത്താവ് നിനക്ക് തുണയായിരിക്കും. നിന്നെ കരുതുന്നിടത്തോളം കാലം നീ കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. സകലത്തിലും കർത്താവിൻ്റെ വിടുതലിന് വേണ്ടി കാത്തിരിക്കാൻ നീ പ്രാർത്ഥിക്കുക. ശത്രുക്കളോട് പോരാടാൻ പോകാതെ കർത്താവിൻ്റെ വിടുതലിന് വേണ്ടി നീ കാത്തിരിക്കുക. ആമേൻ. ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ കർത്താവിൻ്റെ കൽപ്പനകളെ വചനങ്ങൾ അനുസരിച്ച് ആ വഴിയെ നടക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ രക്ഷകനെ സ്വീകരിക്കുക. കർത്താവിൻ്റെ കൽപ്പനകളുടെ വചനം അനുസരിക്കുക. എല്ലാ ആഴ്ചയിലും ചർച്ചിൽ പോവുക. മാസത്തിൽ ഒരു തവണയെങ്കിലും ഉപവാസം എടുക്കുക. എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, അന്യഭാഷയിൽ സ്തുതിക്കുക. ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.